Hi everyone, this is Mohammed Alfan. Welcome to Skill to Succeed. നമുക്ക് എങ്ങനെ ഡിഫറെൻറ്റ് ഷീറ്റിലെ ഡാറ്റ കമ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് റെസ്പെക്റ്റീവ് ഷീറ്റിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഷീറ്റ് 1 ജാനുവരി 21 ഇവിടെ കാണാൻ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ഐറ്റംസ് അല്ലെങ്കിൽ ഐറ്റംസിന്റെ പേര് കാണാം അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പേര് കാണാം, അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയും കാണാം. ഈ നെക്സ്റ്റ് ഷീറ്റിൽ നോക്കൂ ഫെബ്രുവരി 21 ആ സെയിം ഐറ്റം തന്നെ പക്ഷേ ക്വാണ്ടിറ്റി ചെറിയ വ്യത്യാസം ഉണ്ടാവും ചില ഐറ്റംസിന്. ഫോർ എക്സാമ്പിൾ ബാറ്ററി 111 അവിടെ കാണിക്കുന്നത് ഇത് 110 ആണ്, റൈറ്റ്? പക്ഷേ ട്രാൻസ്മിഷൻ ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ റേഡിയേറ്റർ 123 ആണ്, ഇത് 111. അതുപോലെ തന്നെ ഇവിടെ റിയർ സസ്പെൻഷൻ നോക്കൂ 162 ആണ്, ഇവിടെ എത്ര 180 ആണ്, റൈറ്റ്? സോ എനിക്കിത് റിപ്പോർട്ട് ആക്കിയിട്ട് റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്യണം. റിപ്പോർട്ട് ഇൻ ദ സെൻസ് ഏതൊക്കെ ഐറ്റംസിനാണ് ഡിഫറൻസ് വന്നുള്ളത് ഒരു കളർ വൈസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. സാധാരണ രീതിയിലാണെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യുന്നു, ഇത് കളർ കൊടുക്കുന്നു, റേഡിയേറ്റർ കളർ എടുക്കുന്നു, ഇതിനൊക്കെ ഡിഫറൻസിയേഷൻ ഉണ്ട് അല്ലേ? ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. പക്ഷേ ഇത് ചെറിയ ഡാറ്റാബേസാണ്, ഇതൊരു വലിയൊരു ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് ഒരു 10,000 അല്ലെങ്കിൽ 15,000 1 lakh ലൈൻ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, റൈറ്റ്? നമ്മൾ 1 by 1 ചെക്ക് ചെയ്യേണ്ടി വരും. അത്തരം സിറ്റുവേഷനിലാണ് കണ്ടീഷൻ ഫോർമാറ്റിലുള്ള ചെറിയൊരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കത് അങ്ങനെയുള്ളത് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഷീറ്റിലാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഡിഫറൻസിയേഷൻ. അതുകൊണ്ട് തന്നെ ആ ഷീറ്റ് ഡാറ്റ മൊത്തം സെലക്ട് ചെയ്യുക, എന്നിട്ട് വേണം കണ്ടീഷൻ ഫോർമാറ്റിലേക്ക് പോകാൻ. പക്ഷെ അതിന്റെ മുന്നേ ഈ രണ്ട് ഷീറ്റും ഒരേ ടൈമിൽ തന്നെ സിംഗിൾ വിൻഡോയിൽ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കാണിക്കണം. ഞാൻ വ്യൂവിൽ പോകുന്നു, ഞാൻ ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അഡീഷണലി സെയിം വർക്ക് ബുക്ക് തന്നെ ടെമ്പററി ആയിട്ട് ഇവിടെ രണ്ടാമത് കാണിച്ചു. സി ഇൻവെന്ററി ഡീറ്റെയിൽസ് 2, ഇൻവെന്ററി ഡീറ്റെയിൽസ് 1, റൈറ്റ്? എനിക്കത് സ്പ്ലിറ്റ് അപ്പ് ചെയ്തുകൊണ്ട് സിംഗിൾ വിൻഡോയിലാക്കണം. അതുകൊണ്ട് ഏതെങ്കിലും വർക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് വ്യൂവിൽ പോവുക, ഇവിടെ കാണാൻ പറ്റും അറേഞ്ച് ഓൾ, ക്ലിക്ക് ചെയ്യുക, വേർട്ടിക്കൽ മോഡൽ എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആ ടെമ്പറലി കാണിച്ച രണ്ടാമത്തെ ഷീറ്റ് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നു, റൈറ്റ്? ഇവിടെ എനിക്ക് ജാനുവരി 21 ആണ്, ഞാൻ ഫെബ്രുവരി 21 ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എനിക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് നമുക്ക് കാണാൻ പറ്റും 130, 130, 111, 110, 141, 141, റൈറ്റ്? പക്ഷേ എനിക്കിവിടെ എന്താ ഓട്ടോമാറ്റിക്കലി ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ജാനുവരി 21 ഉള്ള ഷീറ്റിലാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ആ ഷീറ്റിലാണ് ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റ സെലക്ട് ചെയ്യുക. ശേഷം ഗോ ടു ഹോം, കണ്ടീഷൻ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾസ്. സോ ഈ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്തു, റൈറ്റ്? ഇവിടെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോമുല വെച്ചിട്ട് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ യൂസ് എ ഫോമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽ ടു ഫോർമാറ്റ്, അത് ഓപ്റ്റ് ചെയ്യാം. ശേഷം ഇവിടെയാണ് നമ്മൾ ആ ഫോമുല ബിൽഡപ്പ് ചെയ്യുന്നത്. ഈക്വൽ ടു നമ്മൾ ഏതൊരു ഫോമുല ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുക, റൈറ്റ്? ശേഷം നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു ജാനുവരി 21 ഡാറ്റാബേസ് ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് സെൽ ചെയ്ത A1 ആണ്, ഓപ്റ്റ് ചെയ്യുന്നു A1. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇവിടെ $2 കാണാം. $in the sense എന്താ, ആ സെല്ല് ലോക്ക് ആയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അബ്സല്യൂട്ടിലേക്ക് മാറിയിട്ടുണ്ടാവും. അത് നമുക്കത് ഒഴിവാക്കണം. സോ അതുകൊണ്ട് തന്നെ ഈ എൻഡിൽ കേസർ പ്ലേസ് ചെയ്തുകൊണ്ട് 3 വട്ടം നിങ്ങളെ കീബോർഡിലെ F4 പ്രസ് ചെയ്യുക, 1 2 3. അപ്പോൾ അത് ഒഴിവായി. കാരണം നിങ്ങൾ $സൈൻ വെച്ചിട്ട് എന്താ സംഭവിക്കുക, നമ്മൾ ഡാറ്റ മാത്രമേ കമ്പാരിസൺ കിട്ടുള്ളൂ. നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി, അതായത് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ $സൈൻ ഒഴിവാക്കിക്കൊണ്ട് ഈ സെൽ റെഫറൻസ് അൺലോക്ക് ചെയ്തു. ശേഷം നോട്ട് ഈക്വൽ ടു സൈൻ, ഇതാണ് നോട്ട് ഈക്വൽ ടു സൈൻ. ഈ നെക്സ്റ്റ് ഈ ഷീറ്റിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ആ ഷീറ്റിലുള്ള സെയിം സെൽ റെഫറൻസ് ഓപ്റ്റ് ചെയ്യുക. സോ A1 ഇതും ഓപ്റ്റ് ചെയ്തു, A1. ഇവിടെയും കാണാൻ പറ്റും $സൈൻ, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു, 3 വട്ടം F4 പ്രസ് ചെയ്യുന്നു, 1 2 3. ഓക്കെ, സോ ഈ ഫോമിൽ എന്താ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വളരെ സിമ്പിൾ സംഭവമാണ്. അതായത് ഈ രണ്ട് ഷീറ്റിലുള്ള A1 എന്നുള്ള സെൽ റെഫറൻസ് ഉണ്ടല്ലോ, ആ രണ്ട് വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലി അല്ലാത്ത, അതാണ് നോട്ട് ഈക്വൽ ടു ഇട്ടത്, ഈക്വലി അല്ലാത്ത വാല്യൂസ് ഒക്കെ നമുക്കൊരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ ജനറേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഈക്വൽ ടു A1 നോട്ട് ഈക്വൽ ടു ഫെബ്രുവരി 21 ഷീറ്റിലുള്ള A1. അതായത് ഈ രണ്ട് ഷീറ്റും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഈക്വലി അല്ലാത്ത എമൗണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഹൈലൈറ്റ് ചെയ്യണം. സോ ആ ഫോർമാറ്റ് നമ്മൾ ചൂസ് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല, ഫോർമാറ്റ് ഓപ്റ്റ് ചെയ്യുന്നു ഇവിടെ. ശേഷം ഫില്ല് എടുക്കുന്നു, യെല്ലോ കളർ എടുക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇത് കാണാൻ പറ്റും ഓട്ടോമാറ്റിക്കലി റെസ്പെക്റ്റീവ് ഫോർമാറ്റ് ഇൻ ഡിഫറൻസിൻ്റെ വാല്യൂ അഗൈൻസ്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തത്. ഇനി അവിടെ 130 ഉള്ളത് 139 കൊടുക്കുന്നു. സി അതിലും ഡിഫറൻസ് വന്നു, റൈറ്റ്? സോ നിങ്ങൾക്ക് ഈ സൈഡാണ് ഡിഫറൻസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഇത് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് കണ്ടീഷൻ ഫോർമാറ്റ് ഓപ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഷീറ്റ് ക്ലോസ് ചെയ്യുക, ഇത് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക ഈ രണ്ട് ഷീറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.